ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിലാണ്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അനിയൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഒന്ന് ഷർട്ട് നോക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഷർട്ടൊക്കെ നോക്കി 2 ഷർട്ട് മേടിച്ചിട്ടോ. പിന്നെ ഇത് നമ്മുടെ അമ്മച്ചേച്ചി അരുണ് മേടിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി കാറാണ്. അത് കഴിഞ്ഞ് നമ്മളിതാ കേക്ക് വാങ്ങാൻ പോവാൻ. അവിടെ കേക്കിൽ ഹാപ്പി ബർത്ത്ഡേ എഴുതാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ അത് ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന നമ്മുടെ അമ്മു ഇതാ ഏതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ എഴുതിയിരിക്കുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലൊക്കെ എത്തി കേക്കൊക്കെ വെച്ച് ഇനി ഓനെ വിളിക്കലാണ്. ഓനാണെങ്കിൽ ഒടുക്കത്താന്നാണ് എന്താ. പിന്നെ കുറച്ച് കേക്കിന് ഇതെന്ത് കേക്ക്, ഇതെന്താ ഇങ്ങനത്തെ കേക്ക് എന്നൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ഇത് കേക്ക് തന്നെയാണോ, എന്നെ പറ്റിച്ചതാണോ എന്നൊക്കെയാണ് ഓൻ ഡൗട്ട് തോന്നുന്നത്. പിന്നെ കേക്ക് ഇത് എന്താ ഇങ്ങനെയൊക്കെ നോക്കാൻ മാത്രം ഒരു കേക്കാണ് മോനെ. പിന്നെ അതേപോലെ ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുത്ത്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് കേക്ക് മുറിക്കാൻ തുടങ്ങാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ച് പിന്നെ മെല്ലെ ഇതാ ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ടോ. ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും കൊടുത്ത് എനിക്ക് അങ്ങനെ സന്തോഷപൂർവ്വം ഗിഫ്റ്റ് പൊട്ടിച്ച്. മറ്റേതും പിന്നെ പൊട്ടിച്ചിട്ടോ, അതിൻ്റെ വീഡിയോ അല്ല. പിന്നെ കാറൊക്കെ പൊട്ടിച്ച് കാറൊക്കെ നോക്കി. കാറ് കിട്ടിയപ്പോൾ സന്തോഷമായി. നല്ല സ്നേഹമുള്ള ഏച്ചിമാർ എനിക്ക് കാറൊക്കെ തന്നില്ലേ എന്നാണ് അവൻ്റെ മൈൻഡിൽ. എന്ത് ചെയ്യാൻ, ചെറിയ വയസ്സാണ്, സന്തോഷവും സുഖമായില്ലേ, എന്ത് അതാണ് ഐഡിയ. അങ്ങനെ അവൻ്റെ 19ാമത്തെ പിറന്നാളാഘോഷം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.